നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. 2026 ഓണമാണ് ഇന്ന്, തിരുവോണമാണിന്ന്. ഓണം എൻ്റെ ചെറുപ്പകാലത്തുള്ള പല ഓർമ്മകളുണ്ട്. ബാല്യത്തിലായിരുന്നു നല്ല ഓണം എന്ന് പറയാം. കളികൾ, കൂട്ടുകാർ, ചില മത്സരങ്ങൾ, ഓണാഘോഷത്തിൻ്റെ മത്സരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തെപ്പറ്റി പല തർക്കങ്ങളും നിലനിൽക്കുന്നു. ഓണത്തെപ്പറ്റിയല്ല, നമ്മുടെ പ്രാദേശികമായ ഒരു ആഘോഷമാണ് ഓണം. നമ്മുടെ കേരളീയരുടെ ഒരു ആഘോഷം ആണ് ഓണം. അതിനെ സംബന്ധിച്ച് ചില മതത്തിൽപ്പെട്ട ചില പുരോഹിതർ ആഘോഷിക്കരുത്, അത് മതവിരുദ്ധമാണ് എന്നൊക്കെ അഭിപ്രായപ്പെട്ടു. എനിക്കതിനോട് യോജിപ്പുണ്ട്. അവരാഘോഷിക്കേണ്ട, അവരാഘോഷിക്കരുത്. നമ്മളൊരു പൊതുചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിക്കുക. നാട്ടുകാരെല്ലാം കൂടുന്ന ചടങ്ങ്, അല്ലെങ്കിൽ കുടുംബക്കാരെല്ലാം കൂടുന്ന ചടങ്ങ്, അതിൽ പങ്കെടുക്കുന്നില്ല. പ്രതിഷേധത്തിൽ നമ്മൾ മാറി നിന്നാൽ ആർക്കാണ് അതിൻ്റെ ദോഷം? മാറി നിൽക്കുന്നവർക്കാണ്. അത് ഒരു മതമായാലും ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും സമൂഹത്തിനൊത്തുപോയില്ലെങ്കിൽ, സമൂഹത്തോട് ചേർന്ന് പോയില്ലെങ്കിൽ ആ മതവും വ്യക്തികളുമൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടും. അങ്ങനെ ഒറ്റപ്പെടാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളുക. അതിനെ അധികം വിമർശിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്, ഉത്തമം. പക്ഷേ വളരെ ആശ്വാസകരമായ ചില കാര്യങ്ങളുണ്ട്. ചില മതങ്ങളിലെ യുവതലമുറ ഇങ്ങനെയുള്ള ഉദ്ബോധനങ്ങൾ കേൾക്കുന്നവരല്ല. അവർ തീർത്തും അത് നിരാകരിക്കുന്നു. അത് വളരെ ആശ്വാസകരമാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ. നമ്മൾ ഒരു സമൂഹജീവിയാവുമ്പോൾ ആ സമൂഹത്തോടൊപ്പം പോകണം, ആ സമൂഹത്തിന് ചേർന്ന് പോകണം. ഏത് മതക്കാരായാലും ഒരു അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുവെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഹിന്ദുവായിരിക്കാം, എനിക്ക് ക്രിസ്മസിന് പങ്കെടുക്കാം, അല്ലെങ്കിൽ നബിദിനത്തിനോ പെരുന്നാളിനോ ഒക്കെ പങ്കെടുക്കാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മതം കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല. ഇനി മതം കൊഴിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല. മനുഷ്യൻ ജീവിക്കാൻ മതമൊന്നും ആവശ്യമില്ല. മനുഷ്യൻ സൃഷ്ടിച്ച സാധനമാണ് ഈ മതമൊക്കെ. അതിന് മനുഷ്യൻ ജീവിക്കാൻ മതത്തിൻ്റെ ആവശ്യമില്ല. മതം ഉള്ളതുകൊണ്ട് നല്ലത് വരുമെന്ന് ചിന്തിക്കുകയും വരുത്. ഏറ്റവും കൂടുതൽ അക്രമങ്ങളും കൊലകളും ഒക്കെ നടന്നിട്ടുള്ളത് മതത്തിൻ്റെ പേരിലാണ്. എന്തായാലും നമുക്ക് എല്ലാ ആഘോഷങ്ങളും നമുക്ക് ആഘോഷിക്കണം. ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ളതാണ്, സന്തോഷിക്കാനുള്ളതാണ്. നമ്മൾ നിത്യവും ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി, അതിലൊട്ടും വ്യത്യസ്തമല്ലാതെ ജീവിതം പോയാൽ ജീവിതം ബോറായിരിക്കും, വിരസമായിരിക്കും. അവിടെയാണ് ഈ ആഘോഷങ്ങളുടെ ആവശ്യകത. മനുഷ്യന് എല്ലാ കാലത്തും ആഘോഷങ്ങളുണ്ടായിരുന്നു, ഇനിയും എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യൻ വെറും ആഹാരം തിന്ന് പ്രത്യുത്പാദനം നടത്തി ജീവിക്കുന്ന ഒരു ജീവിയല്ല. ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും പുതിയത് കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്ന ജീവിയാണ്. ആ സ്ഥിതിക്ക് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ആവശ്യമാണ്. ആ ആഘോഷങ്ങളില്ലാത്തവർ അവരുടെ രീതിയിൽ പോകട്ടെ, അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകട്ടെ. അവരെ ഒരു കാരണവശാലും വിമർശിക്കാൻ പോകരുത്. വിമർശിക്കാൻ തെറ്റാണ്. അവർ ഒഴിവാക്കപ്പെടേണ്ടവരാണ്, സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടവരാണ്. അവരെ ഒഴിവാക്കി നിർത്തുക, അവരെ നോക്കാതിരിക്കുക, അവരെ കാണാതിരിക്കുക, അവരെ വിമർശിക്കാതിരിക്കുക. അവരെ അസഭ്യം പറഞ്ഞിട്ടും തെറി പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അവരുടെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ അവരെ വിട്ടേക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ എത്രത്തോളം പൊതുസമൂഹത്തിൽ നിന്ന് അകലാമോ അത്രത്തോളം അങ്ങനെ പോകട്ടെ, അവർ അനുഭവിക്കട്ടെ എന്ന് ചിന്തിക്കുക. നമ്മൾ നന്നായി എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക. അത് മതഭേദമേന്യേ പങ്കെടുത്ത് എല്ലായിടത്തും നമ്മുടെ പ്രസൻസ് ഉണ്ടാകണം. എങ്കിലേ നമ്മളൊരു നല്ല സമൂഹജീവിയാവും. നല്ല സമൂഹജീവിയായാൽ അതിൻ്റെ ഗുണവും നമുക്കുണ്ടാകും. ഞാനൊരു ഹിന്ദുവാണ്. ആയതുകൊണ്ട് ഞാൻ ക്രിസ്മസിനൊന്നും പങ്കെടുക്കത്തില്ല, വിളിച്ചാൽ പോകത്തില്ല. പോയില്ല അവർക്കെന്താ, എനിക്കാ പോകുന്നത്. ഞാനവിടെ പോയി പങ്കെടുക്കുകയാണെങ്കിൽ അത്രയും ആൾക്കാർ എന്നെ അറിയും. എനിക്കാണ് അതിൻ്റെ ഗുണം, അല്ലാതെ അവർക്കല്ല. ഇതറിയാത്ത മഠയന്മാരാണ് ഇതൊക്കെ പറയുന്നത്. തന്നെയല്ല, പണ്ടെന്നോ എഴുതി വച്ച ചില പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവും ചിട്ടപ്പെടുത്തണം എന്ന് പറയുന്നത് തന്നെ മൗഢ്യമാണ്. ആ മൗഢ്യത്തിൽ വിരാജിക്കുന്നവർ വിരാജിക്കട്ടെ, സ്വതന്ത്രമായി ചിന്തിക്കട്ടെ, പ്രവർത്തിക്കട്ടെ, ജീവിതം ആസ്വദിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഓണാശംസകൾ.